നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വി.ഡി. സതീശനെതിരെ നിലപാട് കടുപ്പിച്ച് പി.വി. അൻവർ. യു.ഡി.എഫ് ചെയർമാന് ഗൂഢലക്ഷ്യമാണെന്നും തൽക്കാലം നയം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പി.വി. അൻവർ. അൻവറിനെ കറിവേപ്പില പോലെ കളഞ്ഞല്ലോ എന്ന് പിണറായി വിജയൻ. MSCL സാത്രി കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് തീരുമാനം. കപ്പൽ അപകടം ആശങ്കയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 1000 രൂപയും റേഷനും സഹായം. ഊഹാപോഹം പ്രചരിപ്പിക്കരുത്. കടൽ മത്സ്യം ഉപയോഗിക്കുന്നതിൽ അപകടമില്ലെന്നും പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വ്യാപക നഷ്ടം. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ റെഡ് അലേർട്ട്, 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. വാർത്തകൾ വിശദമായി. അൻവറിനെ കറിവേപ്പില പോലെ കളഞ്ഞല്ലോ എന്ന് പിണറായി വിജയൻ. മറ്റേയാളെ പറ്റി അധികം പറയണ്ടെന്നും അൻവർ വിഷയത്തിൽ പിണറായി വിജയൻ പ്രതികരിച്ചു. മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. താനും KC വേണുഗോപാലുമായുള്ള ചർച്ച വേണ്ടെന്ന് വെച്ചത് പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ V.D. സതീശൻ രാജ്യഭീഷണി മുഴക്കിയതുകൊണ്ടാണെന്ന് പി.വി. അൻവർ. UDF ചെയർമാന് ഗൂഢലക്ഷ്യമുണ്ട്. പിണറായി സത്തെ തകർക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഒതുക്കാനാണ് UDF ചെയർമാൻ ശ്രമിക്കുന്നത്. ഇനി തന്റെ പ്രതീക്ഷ നിലമ്പൂരിലെ ജനങ്ങളിലാണ്. അൻവറിനെ ഒതുക്കേണ്ട നിലയിലേക്ക് V.D. സതീശൻ തിരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട KC വേണുഗോപാൽ സംബന്ധിച്ചാണ് കൂടിക്കാഴ്ചയ്ക്കായി താൻ കോഴിക്കോട് എത്തിയത്. 5 മണി മുതൽ 7:45 വരെ താൻ കോഴിക്കോട് ടൗണിലുണ്ടായിരുന്നു. എന്നാൽ അവസാനം തിരക്കണ്ടെന്ന് പറഞ്ഞ് KC വേണുഗോപാൽ പിന്മാറി. എന്നാൽ അൻവറുമായി സംസാരിച്ചാൽ താൻ രാജിവെക്കുമെന്നും പറവൂരിലേക്ക് തിരികെ പോകുമെന്നും V.D. സതീശൻ KC വേണുഗോപാലിനോട് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കൂടിക്കാഴ്ച നടക്കാതെ പോയതെന്നും അൻവർ പറഞ്ഞു. ഇതോടെ പി.വി. അൻവറിന്റെ UDF പ്രവേശനം വഴിമുട്ടി. LDF-മായി തെറ്റിപ്പിരിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് ഘടകം രൂപീകരിച്ച പി.വി. അൻവർ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ൽ അസോസിയേറ്റ് അംഗമായെങ്കിലും കയറിപ്പറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. എങ്കിൽ മാത്രമേ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്നായിരുന്നു നിലപാട്. അതേസമയം തന്റെ കൈവശം പണമില്ലാത്തതടക്കം കാര്യങ്ങൾ പി.വി. അൻവർ ഏറ്റവും അടുപ്പമുള്ള അനുയായികളോട് പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ പി.വി. അൻവർ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. തന്നെ TPO മദനിയോ ആക്കാനാണ് V.D. സതീശൻ ശ്രമിക്കുന്നതെന്നും വെട്ടിക്കൊന്നോ ജയിലിലടച്ചോ ഇല്ലായ്മ ചെയ്യാനുള്ള സ്ട്രാറ്റജി UDF ചെയർമാനുണ്ടെന്നും അൻവർ കൂട്ടിച്ചേർത്തു. M5 ന്യൂസ്, മലപ്പുറം. ആരാണ് ഇതിനൊക്കെ ചർച്ച നടത്തുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ അതൊക്കെ വ്യക്തിപരമായ ചർച്ചകളാണ്. വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ നേതൃത്വത്തിലുള്ള ആളുകൾ വ്യക്തിപരമായ എന്റെ ബന്ധം ഉള്ളത് കൊണ്ട് അതിനായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നണി പ്രവേശനത്തിന് സാധ്യതയുണ്ടോ? അല്ല, ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പ് പി.വി. അൻവറിനെ ഒതുക്കാനാണ് UDF ചെയർമാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല പിണറായി ഒതുക്കാനാണ്. തെരഞ്ഞെടുപ്പ് രംഗത്താണല്ലോ, നോമിനേഷൻ 2 ദിവസം കഴിഞ്ഞ് കൊടുക്കണം. അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം പി.വി. അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായി ഒതുക്കലാണോ UDF ചെയർമാന്റെ ഉദ്ദേശം? ഇത് വളരെ ക്ലിയറല്ലേ? പി.വി. അൻവർ മത്സരിക്കില്ല എന്നുള്ള ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ മത്സരിക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഇന്ന് സെക്രട്ടേറിയറ്റുണ്ട്, നാളെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൂടി ആലോചിച്ച് നാളെ മറ്റന്നാളോ തീരുമാനിക്കും. അപ്പൊ അൻവറിനെ ഒതുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് V.D. സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവാണ്. അത് അൻവറിനെ കൊല്ലാനാണ് എന്ന വസ്തുത എനിക്കെങ്കിലും മനസ്സിലാവണ്ടേ? V.D. സതീശൻ അതിന് തൽക്കാലം എന്താ പറയാ ആ ചതിക്കുഴിയിൽ വീഴാൻ ഞാനില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൂടിയാലോചന തുടരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അൻവർ വിഷയം ലീഗിന് മാത്രം പറയാൻ കഴിയുന്നതല്ല, UDF-ന് ഒരു നിലപാടുണ്ടാകും. വിഷയത്തിൽ കൂടിയാലോചന തുടർന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ, UDF-ന് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ. നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ UDF-ന്റെ ഒരു തീരുമാനം എടുക്കും. നാളെ വൈകുന്നേരത്തോട് അത് നാളെ വൈകുന്നേരത്തോടു കൂടി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ലീഡേഴ്സിനോടും ഒക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന്
തീരുമാനിക്കണ്ടേ? അതിന് മുമ്പ് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോ ഒരു പ്രത്യേക ശ്രമമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു അന്തിമ കൂടിയാലോചനയെ ഈ വിഷയത്തിലുള്ളൂ. അതിന് നാളെ വൈകുന്നേരത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ ചർച്ചകളും കാര്യങ്ങളും ഒന്നും അതിന്റെ അടുത്ത് നടക്കുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ലീഡേഴ്സ് എല്ലാം കൂടി നാളെ വൈകുന്നേരം ഒന്ന് കൂടിയാലോചന. യുഡിഎഫിന് ഈ ഇലക്ഷനിൽ ഒറ്റക്കെട്ടായിട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കണമല്ലോ. അപ്പൊ ഈ വിഷയമുണ്ട്, ആ വിഷയം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും നാളെ വൈകുന്നേരത്തോടു കൂടി പൂർണ്ണമായി അവസാനിപ്പിച്ചു. അല്ല, എം.വി. ഗോവിന്ദൻ CPM-ന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് UDF സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ്. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത CPM സംസ്ഥാന സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അത് ഗോവിന്ദന്റെ പാർട്ടിയുടെ കാര്യം ഗോവിന്ദൻ നോക്കിയാൽ മതി, കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കുള്ളൂ. കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല പ്രാപ്തിയുണ്ട്. ഞങ്ങൾ തന്നെ അക്കാര്യങ്ങൾ നോക്കും. അവരുടെ സ്ഥാനാർത്ഥി ആദ്യം കണ്ടുപിടിക്കട്ടെ. അവരിങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ വല വീശുന്നത് പോലെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കി അവർ വല വീശിയിരിക്കുകയാണ്. അതിന്റെ തീരുമാനമൊന്നും ആയില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി വേണ്ടെന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിൽ നേതാക്കൾക്ക് എതിർപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17,000 വോട്ട് നേടിയ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കുന്നത് അബദ്ധമാണെന്ന് നേതാക്കൾ കോർ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടു. ലാഭവും നഷ്ടവും നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാകില്ലെന്നും കോർ കമ്മിറ്റിയിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ താൻ വേറൊരു രാഷ്ട്രീയമാണ് പിന്തുടരുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. പ്രായമായവരും രോഗമുള്ളവരും പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവരോ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരും മാസ്ക് ധരിക്കണം. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത ബന്ധുക്കൾ ഒഴികെയുള്ളവരെ സന്ദർശിക്കുന്നത് ഉൾപ്പെടെ ദയവായി ഒഴിവാക്കണം. ആശുപത്രികൾ ഉൾപ്പെടെ രോഗം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആശുപത്രികളിൽ ഉൾപ്പെടെ രോഗം നിയന്ത്രിക്കുവാനുള്ള സംവിധാനം സജ്ജമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലാബുകളിൽ ഉൾപ്പെടെ RT-PCR പരിശോധനാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വ്യാപകമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ 519 കേസുകളാണ് ഉള്ളത്. കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ കേസുകൾ അറിയുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ വർധനവ് കണ്ടപ്പോൾ തന്നെ സംസ്ഥാന തലത്തിൽ മീറ്റിംഗുകൾ നടത്തിയിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ലെന്നും മന്ത്രി അറിയിച്ചു. ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വന്നിരുന്നു. പ്രായമായവരും ഗർഭിണികളും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതുസാഹചര്യം വിലയിരുത്തി. വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയുവാനുള്ള സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണ്. 430 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയുമുള്ളത്. സംസ്ഥാനത്ത് 2 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്താണ് തീരുമാനം. MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ച സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കപ്പൽ അപകടം വലിയ ആശങ്കയുണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി. എന്നാൽ വിവരം കിട്ടിയ ഉടൻ മുന്നറിയിപ്പ് കൊടുത്തുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുങ്ങിയ കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താനുള്ള സർവേ തുടങ്ങും. കണ്ടെത്തിയാൽ ബോയെ കെട്ടിത്തിരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അപകടത്തെ തുടർന്ന് ഊഹാപോഹം പ്രചരിപ്പിക്കുന്നുവെന്നും അതിൽ ആരും വീണു പോകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കപ്പൽ അടിത്തട്ടിൽ മുങ്ങിയതുകൊണ്ട് പ്രശ്നമില്ല. കാൽസ്യം കാർബൈഡ് തുടങ്ങിയ കണ്ടെയ്നർ അടിത്തട്ടിലേക്ക് മുങ്ങിയിരിക്കാം. അതിനാൽ അപകടമില്ല. കടൽ മത്സ്യം ഉപയോഗിക്കുന്നതിൽ അപകടമില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അപകടത്തെ തുടർന്ന് ഊഹാപോഹം പ്രചരിപ്പിക്കുന്നുവെന്നും അതിലാരും വീണു പോകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കപ്പൽ അടിത്തട്ടിൽ മുങ്ങിയത് കൊണ്ട് പ്രശ്നമില്ല. കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നർ അടിത്തട്ടിലേക്ക് മുങ്ങിയിരിക്കാം. അതിനാൽ അപകടമില്ല. കടൽ മത്സ്യം ഉപയോഗിക്കുന്നതിൽ അപകടമില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കപ്പലിൽ ഉണ്ടായിരുന്ന 640 കണ്ടെയ്നർ ആയിരുന്നു. ഇതിൽ 73 കപ്പലിലായിരുന്നു. 13 കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു.
100 കണ്ടെയ്നറുകൾ കടലിൽ വീണ് കാണുമെന്നും അതിൽ 54 കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തടി, പഴങ്ങൾ, തുണി, റബ്ബർ എന്നിവയും കണ്ടെയ്നറിലുണ്ട്. ചെറിയ പ്ലാസ്റ്റിക് തരികൾ തീരത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നും അത് വൃത്തിയാക്കി തുടങ്ങിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തീരത്തിന്റെ സംരക്ഷണം പ്രധാനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. M5 ന്യൂസ്, തിരുവനന്തപുരം. 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിൽ മൊത്തം 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇവയിൽ 73 എണ്ണം ശൂന്യമായിരുന്നു. 13 എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. 46 എണ്ണത്തിൽ ഹൈഡ്രാസിൻ എന്ന പ്ലാസ്റ്റിക് ഘടകങ്ങളാണ്. ഒരെണ്ണം റബ്ബർ കോമ്പൗണ്ട് അടങ്ങിയതാണ്. തടി, പഴങ്ങൾ, തുണി ഇവയും ചിലതിലുണ്ട്. ഏകദേശം 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാവും അതെന്നാണ് അനുമാനിക്കുന്നത്. 26 തന്നെ അടിയന്തരമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർ അന്ന് തന്നെ ഓയിൽ സ്പിൽ കണ്ടിജൻസി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായി ചർച്ച നടത്തി. അതിലുള്ള ഒരു വിദഗ്ധൻ മലയാളിയായ മുരളി തൊമ്മാർ കൂടിയാണ്. അദ്ദേഹമടക്കമുള്ളവർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. നിലവിൽ ഏകദേശം 54 കണ്ടെയ്നറുകൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരത്തടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് നെർഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്ലീനിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ തീരത്തിൻ്റെ സംരക്ഷണം പ്രധാനമാണ്. അതുകൊണ്ട് നാം തന്നെ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട്. പോലീസ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, ആപ്തമിത്ര, SPC, മറ്റ് സന്നദ്ധ സംഘടനകൾ ഇത്തരം വളണ്ടിയർമാരെ പെല്ലറ്റടിഞ്ഞ എല്ലാ തീരങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട്. ഡ്രോൺ സർവേ ഈ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ശക്തികുളങ്ങരയിൽ അടിഞ്ഞ MSCL സാത്രി കപ്പലിലെ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം. ഗ്യാസ് കട്ടിംഗ് നടത്തുന്നതിനിടെയാണ് തീപിടിച്ചത്. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കൊച്ചി പുറംകടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ 10 കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങരയിൽ അടിഞ്ഞത്. ഇവിടെ നിന്ന് മാറ്റാൻ കഴിയാത്ത കണ്ടെയ്നറുകൾ മുറിക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന മലപ്പുറം കൂരിയാട് വീണ്ടും സംരക്ഷണ ഭിത്തി തകർന്നു. ദേശീയപാതയുടെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് പൊളിഞ്ഞത്. നേരത്തെ വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടായ സ്ഥലത്തിന് സമീപത്താണ് വീണ്ടും സംരക്ഷണ ഭിത്തി പൊളിഞ്ഞത്. കനത്ത മഴ കാരണമാണ് വീണ്ടും സംരക്ഷണ ഭിത്തി തകരുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കമ്പനികൾക്കുണ്ടായ ഗുരുതര വീഴ്ചയാണെന്ന് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറി. ഇടിഞ്ഞ ഭാഗത്തെ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. കൂരിയാട് ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തി അടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധനയടക്കം ഫലപ്രദമായി നടന്നില്ലെന്ന് വിദഗ്ധ സമിതി പറയുന്നു. നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിർമ്മാണ കമ്പനി അടക്കമുള്ള ഏജൻസികൾക്ക് വൻ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. കൂരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടത്തിയില്ലെന്നും ഡിസൈൻ വൻ തകരാറുണ്ടെന്നും വിദഗ്ധ സമിതി കണ്ടെത്തി. M5 ന്യൂസ്, മലപ്പുറം.
ദേശീയപാത നിർമ്മാണത്തിൽ കരാറുകാർ ക്രമക്കേട് കാട്ടിയെന്ന് സംബന്ധിച്ച് NHAI ടെൻഡർ വ്യവസ്ഥകളിൽ വെള്ളം ചേർത്തെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിന് മുൻപാകെ അധികൃതർ സമ്മതിച്ചു. 40% വരെ തുക കുറച്ചാണ് ഉപകരാറുകൾ നൽകിയത്. ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തു വരുന്നതെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയുള്ള നിലപാടിൽ ഉറച്ച് ഡോക്ടർ ശശി തരൂർ MP. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി തരൂർ എക്സിൽ കുറിച്ചു. തനിക്ക് ചെയ്യാൻ ചില നല്ല കാര്യങ്ങളുണ്ട്, വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും തരൂർ പറയുന്നു. ഇന്ത്യ ആദ്യമായാണ് നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന തരൂറിന്റെ പരാമർശമാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. വിമർശനങ്ങളും ട്രോളുകളും എന്റെ കാഴ്ചപ്പാടുകളെയും വാക്കുകളെയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വളച്ചൊടിച്ചുകൊണ്ടുള്ളതാണ്. എനിക്കിതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ത്യ നേരിട്ട ഭീകരവാദ ആക്രമണങ്ങൾക്ക് നൽകിയ പ്രതികാര നടപടികളെക്കുറിച്ച് മാത്രമാണ് ഞാൻ വ്യക്തമായി സംസാരിച്ചത്, അല്ലാതെ മുൻകാലങ്ങളിൽ സംഭവിച്ച യുദ്ധങ്ങളെക്കുറിച്ചല്ല. അടുത്ത കാലത്തായി നടന്ന ഭീകരാക്രമണങ്ങളെക്കുറിച്ചായിരുന്നു തന്റെ പരാമർശമെന്നും തരൂർ വ്യക്തമാക്കി. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2-ന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായിരിക്കും. രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ജനപ്രതിനിധികൾ, അധ്യാപകർ, PTA, SMC ഭാരവാഹികൾ എന്നിവർ ചേർന്ന് വിവിധ സംഘങ്ങളായി ഭവന സന്ദർശനം നടത്തി കലവൂർ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ക്ഷണിച്ചു വരികയാണ്. സംഘാടക സമിതിയുടെയും ജില്ലാ പഞ്ചായത്ത് ആർട്ട് അക്കാദമിയുടെയും നേതൃത്വത്തിൽ കലവൂരിൽ സ്ട്രീറ്റ് ആർട്ട് എന്ന പരിപാടി സംഘടിപ്പിച്ച് സ്കൂൾ മതിലുകളും പരിസരവും സ്ട്രീറ്റ് ആർട്ടിലൂടെ മനോഹരമാക്കിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി 3000 പേർക്ക് സദ്യ ഒരുക്കുന്നതിനായി കലവൂരിലെ പൊതുജനങ്ങളിൽ നിന്നും കടകളിൽ നിന്നും വിഭവ സമാഹരണം നടത്തിവരികയാണ്. വിഭവങ്ങൾ ശേഖരിക്കാൻ കലവൂർ സ്കൂളിൽ കലവറ തയ്യാറായിട്ടുണ്ട്. സ്റ്റേജ്, പന്തൽ പണികൾ പൂർത്തിയായി വരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മെയ് 31-ന് 5000 പേർ പങ്കെടുക്കുന്ന വിളംബര ജാഥ സംഘടിപ്പിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. എല്ലാ സ്കൂളുകളിലും പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ, റീലുകൾ എന്നിവ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും നൽകിയിട്ടുണ്ട്. 2 ബോർഡുകൾ ഓരോ സ്കൂളിലും വെക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും മിക്ക സ്കൂളുകളിലും പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. MY ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പുത്തൻ ബാഗും കുടയുമൊക്കെയായി സ്കൂളിലേക്ക് എത്താൻ ആകെ ആവേശത്തിലാണ് കുരുന്നുകൾ. എന്നാൽ ഇത്തവണത്തെ പ്രവേശനോത്സവത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കൊട്ടാരക്കര താമരക്കുടി SVVHSSലെ വിദ്യാർത്ഥിനിയായ ഭദ്ര ഹരി എന്ന മിടുക്കി എഴുതിയ ഗാനമാണ് ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവ ഗാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ് ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചിരിക്കുന്നത്. ഇത് ഭദ്രഹരി. ചരിത്രത്തിൽ ആദ്യമായി പ്രവേശനോത്സവ ഗാനം ചിട്ടപ്പെടുത്തിയത് ഒരു വിദ്യാർത്ഥിയാണ്. കൊട്ടാരക്കര SVVHSലെ വിദ്യാർത്ഥിനിയായ ഭദ്രഹരിയാണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയാണ് ഭദ്രഹരി എന്നതും മറ്റൊരു പ്രത്യേകത. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. ഭദ്ര എഴുതിയ വരികൾക്ക് ഈണം നൽകി പാടിയത് പ്രശസ്ത സിനിമാ സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൺസ് ജോസഫാണ്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി.
പ്രവേശനോത്സവത്തിൽ പ്രത്യേക അതിഥിയായി ക്ഷണിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഭദ്രഹരി പറഞ്ഞു. കൂടാതെ ഭാവിയിൽ മലയാളം ലെക്ചറാകാനാണ് താല്പര്യമെന്നും ഭദ്ര പറഞ്ഞു. 5ാം ക്ലാസ് മുതൽ എഴുതാറുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. 8ലും 9ലും സംസ്ഥാന തലത്തിൽ കവിതാർജനയ്ക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. മത്സരിച്ചില്ല. SSLCയുടെ തിരക്കല്ലേ, ടെൻഷനല്ലേ, അപ്പോൾ പിന്നെ പോയില്ല. ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ മലയാളം ലെക്ചർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. 2025 പ്രവേശനോത്സവ പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി അതിഥിയായി ക്ഷണിച്ചതിന്റെ സന്തോഷത്തിലാണ് ഭദ്രഹരിയും കുടുംബവും. ന്യൂസ് തിരുവനന്തപുരം. മാസപ്പടി കേസിൽ SFIOയ്ക്ക് തിരിച്ചടിയായി ഡൽഹി ഹൈക്കോടതി ഉത്തരവ്. വിചാരണ കോടതിയിലെ നടപടികളുമായി മുന്നോട്ടു പോകരുതെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. നിലവിലെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുന്നതുവരെ തുടർ നടപടി ഇല്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി ഉത്തരവ്. ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവി സ്ഥാനത്ത് നിന്നും എലോൺ മസ്ക് പടിയിറങ്ങുന്നു. ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവെന്ന സ്ഥാനത്ത് നിന്നാണ് പുറത്തു പോകുന്നത്. കാര്യക്ഷമതാ വകുപ്പിലെ പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലുള്ള തന്റെ കാലാവധി അവസാനിക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപിന് നന്ദിയെന്നാണ് മസ്ക് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത്. ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ പടിയിറക്കം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരിച്ച കേസിൽ റിമാൻഡിലായിരുന്ന ഭർത്താവ് സിറാജുദ്ദീന് മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. പെരുമ്പാവൂർ സ്വദേശി അസ്മ ഏപ്രിൽ 5-നാണ് ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പ്രസവത്തെ തുടർന്ന് മരിച്ചത്. അസ്മ മരിച്ച കേസിൽ റിമാൻഡിലായിരുന്ന ഭർത്താവ് സിറാജുദ്ദീന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി മുൻ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതിനാലും പ്രതിയെ കസ്റ്റഡിയിൽ നിർത്തി വിചാരണ ചെയ്യണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യമുന്നയിക്കാത്തതിനാലും ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഏപ്രിൽ 5-നാണ് ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പ്രസവത്തെ തുടർന്ന് അസ്മ മരിച്ചത്. സംഭവം പോലീസിൽ അറിയിക്കാതെ മൃതദേഹം സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം തടഞ്ഞ പെരുമ്പാവൂർ പോലീസ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അശാസ്ത്രീയ പ്രസവമെടുപ്പാണ് അസ്മയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് അസ്മയുടെ മാതൃ സഹോദരൻ മുഹമ്മദ് കുഞ്ഞ് നൽകിയ പരാതിയിൽ ഏപ്രിൽ 7-ന് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുവരെ ഇയാൾ റിമാൻഡിൽ കഴിയുകയായിരുന്നു. വീട്ടിൽ പ്രസവിക്കുന്നത് കുറ്റമല്ലെങ്കിലും ചികിത്സ നൽകാത്തതിനാൽ അമ്മയ്ക്കോ കുഞ്ഞിനോ അപകടമുണ്ടായാൽ അത് ക്രിമിനൽ കുറ്റമാണ്. അതനുസരിച്ച് കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളായിരുന്നു സിറാജുദ്ദീനെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. വീട്ടുപ്രസവം പോലെയുള്ള ദുരാചാരങ്ങൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജ് കെ സനിൽകുമാർ ഉത്തരവിൽ പറഞ്ഞു. കേസിലെ 2ാം പ്രതി അസ്മയുടെ പ്രസവമെടുത്ത ഫാത്തിമ, 3ാം പ്രതി ഫാത്തിമയുടെ മകൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവർക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. M5 ന്യൂസ് മലപ്പുറം. ഇനി സ്പോർട്സ് ന്യൂസ്. IPL-ൽ ലക്നൌവിന്റെ ക്യാപ്റ്റനായ ഋഷഭ് പന്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രവിചന്ദ്ര അശ്വിൻ. RCB താരം ജിതേഷ് ശർമ്മയെ മങ്കാദിങ്ങിലൂടെ പുറത്താക്കാനുള്ള ലക്നൌ സൂപ്പർ ജയന്റ്സ് ബോളർ ദുകേഷ് റാത്തിയുടെ നീക്കം തടഞ്ഞതിനാണ് ഋഷഭ് പന്തിനെ അശ്വിൻ വിമർശിച്ചത്. ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്താത്തതിൽ പ്രതികരണവുമായി കോച്ചായ ഗൗതം ഗംഭീർ. താൻ സെലക്ടർ അല്ലെന്നും സെലക്ടർമാർ തിരഞ്ഞെടുക്കുന്ന താരങ്ങളെ പരിശീലിപ്പിക്കുന്ന ഉത്തരവാദിത്തം മാത്രമാണ് തനിക്കുള്ളതെന്നും ഗംഭീർ പറഞ്ഞു. എന്റർടൈൻമെന്റ്. സോഷ്യൽ മീഡിയ താരമായ കിലി പോളിന്റെ ജീവിതം സിനിമയാകുന്നു. മാസായി വാരിയർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ കിലി പോൾ തന്നെയാണ് നായകനായി എത്തുന്നത്. ഒരു ടാൻസാനിയൻ സിനിമാറ്റിക് യാത്ര എന്ന ടാഗ് ലൈനിലെത്തുന്ന പോസ്റ്റർ അണിയറക്കാർ പുറത്തിറക്കി. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ മരം വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് 10 വീടുകൾ കൂടി തകർന്നു. വടക്കൻ കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. കോഴിക്കോടും കണ്ണൂരും പാലക്കാടും മലപ്പുറത്തുമായി വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കൊയിലാണ്ടിയിൽ മരം വീണ് 2 വീടുകൾ ഭാഗികമായി തകർന്നു.
കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ വൻനാശം വിതച്ച വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത് പരിഭ്രാന്തി പരത്തി. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചു. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള പ്രധാന പാതയായ കോട്ടിയൂർ പാൽച്ചുരം റോഡിൽ ഇന്നലെ രാത്രി മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായി. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ജില്ലാ കളക്ടർ നിരോധിച്ചു. പകരം പെരിയ ചുരം റോഡ് വഴി വാഹനങ്ങൾ കടന്നു പോകണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മട്ടന്നൂർ റോഡിൽ വലിയന്നൂർ ചതുരംകിണർ മേഖലകളിൽ രാവിലെ ശക്തമായ കാറ്റുവീശി വ്യാപക നാശനഷ്ടമുണ്ടായി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇവിടെ ലോട്ടറി കട തലകീഴായി മറിഞ്ഞ് ലോട്ടറി വിൽപ്പനക്കാരന് പരിക്കേറ്റു. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊട്ടിയൂർ തില്ലങ്കേരിയിൽ കനത്ത മഴയിൽ വീട് ഭാഗികമായി തകർന്നു. പട്ടറപ്പറമ്പിൽ സ്വദേശി ഭാർഗവിയുടെ വീടാണ് തകർന്നത്. ആളപായമില്ല. പാലക്കാട് മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുന്നു. പാലക്കാട് മൂലത്തറ റെഗുലേറ്ററിന് 2 ഷട്ടറുകൾ തുറന്നതിനാൽ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയരും. പുഴയുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടർ തുറക്കുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ പെട്ടിക്കട ദേഹത്ത് വീണ് പരിക്കേറ്റ യുവാവിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കലവൂർ സ്വദേശി ആദർശാണ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്. ആദർശിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വൈകാതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നട്ടെല്ലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. നിലവിൽ അരയ്ക്ക് താഴേക്ക് തളർന്ന നിലയിലാണ്. നട്ടെല്ലിന് ശസ്ത്രക്രിയ നടത്തി ആദർശിന്റെ ജീവിതം രക്ഷിക്കുവാനുള്ള ശ്രമം തുടരുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്ക് നേരിയ ശമനം വന്നതോടെ കല്ലാർകുടി പാമ്പള അണക്കെട്ടുകളിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു. പാമ്പളയിൽ 2 ഷട്ടറുകൾ അടച്ചു. ഇരട്ടയാർ ഡാമിൽ റെഡ് അലേർട്ട് ഉണ്ട്. ഓറഞ്ച് അലേർട്ട് തുടരുന്നതിനാൽ ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. കേരളത്തിലെ വിവിധ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ തീരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്തെ 5 പുഴകളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും. പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നു. പുഴയോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VD സതീശനെതിരെ നിലപാട് കടുപ്പിച്ച് PV അൻവർ. UDF ചെയർമാന് ഗൂഢലക്ഷ്യമാണെന്നും തൽക്കാലം നയം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും PV അൻവർ. അൻവറിനെ കറിവേപ്പില പോലെ കളഞ്ഞല്ലോ എന്ന് പിണറായി വിജയൻ. MSCL സാത്രി കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് തീരുമാനം. കപ്പൽ അപകടം ആശങ്കയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 1000 രൂപയും റേഷനും സഹായം. ഊഹാപോഹം പ്രചരിപ്പിക്കരുത്. കടൽ മത്സ്യം ഉപയോഗിക്കുന്നതിൽ അപകടമില്ലെന്നും പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വ്യാപക നഷ്ടം. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ റെഡ് അലേർട്ട്, 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.